നമസ്കാരം. ശബരിമല മേൽശാന്തിമാർക്ക് നേരിട്ട് സഹായികളെ നൽകുവാനുള്ള നീക്കവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഇവർക്ക് പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കുകയും ചെയ്യുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചു. ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ മേൽശാന്തിമാരെയാണ് ഇതിനായി പരിഗണിക്കുക. എന്നാൽ എപ്പോൾ മുതൽ ഇത് നടപ്പാക്കുമെന്നത് വ്യക്തമല്ല. വരുന്ന മണ്ഡലകാലത്തു തന്നെ സഹായികളെ നൽകിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ കീഴ്ശാന്തിയുടെ സഹായിയായി പ്രവർത്തിച്ചിരുന്നുവെന്ന വിവരം അടുത്തിടെയാണ് പുറത്തുവന്നത്. ഇങ്ങനെ പ്രവർത്തിക്കുന്നതിനിടെ ഉണ്ടായ ബന്ധം മറയാക്കിയാണ് കളവ് നടത്തിയതെന്നും അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. ഇത്തരം തട്ടിപ്പുകാർ ഇനി ഉണ്ടാകാതിരിക്കാനാണ് ബോർഡിന്റെ നീക്കം. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ സഹായികളായി എത്തുന്നവരുടെ സമ്പൂർണ്ണ വിവരങ്ങളും തിരഞ്ഞെടുക്കുന്നതിന്റെ മാനദണ്ഡവും അറിയിക്കുവാൻ കഴിഞ്ഞയാഴ്ച ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. സഹായികൾ എത്ര പേർ, ആരെല്ലാം വർഷങ്ങളായി തുടരുന്നവരാണോ, പോലീസ് വെരിഫിക്കേഷൻ അടക്കം നടത്തുന്നുണ്ടോ തുടങ്ങിയ വിവരങ്ങൾ ഈ മാസം 31-ന് സമർപ്പിക്കുവാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ബോർഡിന് നിലവിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലെന്നും ജസ്റ്റിസ് V. രാജ, വിജയരാഘവൻ, ജസ്റ്റിസ് KV. ജയകുമാർ എന്നിവർ ഉൾപ്പെട്ട ദേവസ്വം ബെഞ്ച് വാദത്തിനിടെ പരാമർശിച്ചിരുന്നു. ശബരിമല മാളികപ്പുറം മേൽശാന്തി നിയമനവുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് പ്രകാരം സ്വമേധയാ എടുത്ത ഹർജിയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. മേൽശാന്തി നിയമന നടപടികൾ സുതാര്യതയോടെ പൂർത്തിയാക്കിയതായി ദേവസ്വം അഭിഭാഷകൻ അറിയിച്ചപ്പോഴാണ് കോടതി സഹായികളെക്കുറിച്ചുള്ള ചോദ്യം ഉന്നയിച്ചത്. 20 സഹായികളെങ്കിലും ഉണ്ടാകുമെന്നും അതാത് വർഷങ്ങളിലെ മേൽശാന്തിമാരാണ് ഇവരെ കണ്ടെത്തുന്നതെന്നും ബോർഡ് വിശദീകരിച്ചു. മേൽശാന്തിമാർക്ക് ഓഡിറ്റോറിയം മാത്രമാണ് ബോർഡ് നൽകുന്നത്. സഹായികൾക്ക് പ്രതിഫലമല്ലെന്നും ബോർഡ് കോടതിയെ അറിയിച്ചു. അതോടെ മേൽശാന്തിമാരുടെ സഹായിമാരെ കണ്ടെത്തുന്ന മാനദണ്ഡം കോടതിക്കും അറിയണമെന്ന് ദേവസ്വം ബെഞ്ച് പറഞ്ഞു. ഇവർക്ക് ബോർഡിനോട് ഉത്തരവാദിത്തമുണ്ടോ, അല്ലാത്ത പക്ഷം ബോർഡ് കുഴപ്പത്തിലാകില്ലേ എന്നും വാക്കാൽ ചോദിക്കുകയും ചെയ്തു. ഇതിനിടെ സ്വർണ്ണക്കൊള്ള കേസിൽ 1998-99 യഥാർത്ഥ രേഖകൾ കാണാതായതിൽ അട്ടിമറി നടന്നോ എന്ന് SIT അന്വേഷണം തുടങ്ങി. കേസിൽ നിർണായകമായ ഈ രേഖകൾ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടുവെങ്കിലും ദേവസ്വം ബോർഡ് നൽകിയിരുന്നില്ല. 1998-99 സ്വർണ്ണ പൊതിഞ്ഞതിന്റെ യഥാർത്ഥ രേഖകൾ സൂക്ഷിച്ച ഫയലുകൾ കാണാനില്ലെന്നാണ് ഉദ്യോഗസ്ഥർ അനൌദ്യോഗികമായി പറയുന്നത്. ഇക്കാര്യം കഴിഞ്ഞ ദിവസം കോടതിയിൽ പ്രോസിക്യൂഷൻ വാദത്തിനിടെ അറിയിക്കുകയും ചെയ്തിരുന്നു. രേഖകൾ ആസൂത്രിതമായി മാറ്റിയതാണോ എന്നാണ് SIT സംഘം അന്വേഷിക്കുന്നത്. രേഖകൾ നശിപ്പിക്കപ്പെട്ടെങ്കിൽ തുടർ അന്വേഷണത്തെ ബാധിക്കുമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കേസിൽ പ്രധാന തെളിവാകേണ്ടത് ശ്രീകോവിലിന്റെ കട്ടിളപ്പാളിയിലും ദ്വാരപാലക ശില്പത്തിലും പൊതിഞ്ഞ സ്വർണത്തിന്റെ കണക്കാണ്. UB ഗ്രൂപ്പ് ചെയർമാൻ വിജയ് മല്യ നേർച്ചയായി നൽകിയ സ്വർണത്തിന്റെ തൂക്കം ശാസ്ത്രീയ പരിശോധന നടത്തി ഉറപ്പാക്കിയതിന്റെ രേഖകളാണ് നിർണായകമായ ഈ തെളിവ്. ഇത് ലഭിച്ചില്ലെങ്കിൽ പ്രതികൾക്ക് പഴുതാകും. ദേവസ്വം വിജിലൻസിന് ലഭിച്ചത് വിജയ് മല്യയുടെ സ്പോൺസർഷിപ്പിൽ പൊതിഞ്ഞ സ്വർണം എന്ന പേരിൽ ചില കണക്കുകൾ ഒരു പേപ്പറിൽ എഴുതി നൽകിയ കുറിപ്പ് മാത്രമാണ്. സ്വർണം പരിശോധിച്ച് തൂക്കമുറപ്പാക്കിയതിന്റെ രേഖകൾ ഉണ്ടെന്ന് ചില ഉദ്യോഗസ്ഥരും ഇല്ലെന്ന് മറ്റു ചില ഉദ്യോഗസ്ഥരും മൊഴി നൽകിയതും ആശയക്കുഴപ്പമുണ്ടാകുന്നുണ്ട്. ഈ രേഖകൾ ഫയലോടുകൂടി മാറ്റിയതാണോ എന്നാണ് സംശയിക്കുന്നത്. എത്ര സ്വർണമാണ് ഉണ്ടായിരുന്നതെന്ന് തെളിയിക്കാനായില്ലെങ്കിൽ സ്വർണം കുറഞ്ഞത് എത്ര എന്ന് കണ്ടെത്താനാകില്ല. ബന്ധപ്പെട്ട ചില ഫയലുകൾ ദേവസ്വം വിജിലൻസിന് ലഭിച്ചിരുന്നു. മല്യയുടെ കമ്പനി ബോർഡുമായി നടത്തിയ കത്തിടപാടുകൾ ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കട്ടിള, വാതിൽ, ദ്വാരപാലക ശില്പം എന്നിവയിലെ സ്വർണത്തിന്റെ കണക്ക് വിജിലൻസിന് ലഭിച്ചത്. ഇവ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വർണ്ണക്കൊള്ളക്കേസിൽ 2019 ദേവസ്വം ബോർഡ് ഭരണസമിതിയെ പ്രതി ചേർത്തത്. അന്വേഷണം ഉന്നതരിലേക്ക് നീങ്ങുമെന്ന് കണ്ടതോടെയാണ് ഫയലുകൾ നൽകാതെ ഉദ്യോഗസ്ഥർ മെല്ലെപ്പോക്കും തുടങ്ങിയത്. ദേവസ്വം മരാമത്തിൽ തന്നെ അക്കാലത്ത് നിർമ്മാണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുവാൻ പ്രോജക്ട് ഡിവിഷൻ ഉണ്ടായിരുന്നു. ഇതിന് ചീഫ് എഞ്ചിനീയർ, ഡിവിഷൻ എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരുമുണ്ടായിരുന്നു. അക്കാലത്ത് ചീഫ് എഞ്ചിനീയർ എന്നീ 2 വിഭാഗങ്ങളായിട്ടായിരുന്നു പ്രവർത്തനം. അതായത് ജനറൽ, പ്രോജക്ട് എന്നീ 2 വിഭാഗമായിട്ടുള്ള പ്രവർത്തനം. പിന്നീട് 2 വിഭാഗവും ഒന്നാക്കി. ഇപ്പോൾ ദേവസ്വം മരാമത്ത് വിഭാഗം ഒരു ചീഫ് എഞ്ചിനീയറുടെ കീഴിലാണ്. ഫയലുകൾ കാണാനില്ലെന്ന് പറയുന്നത് ഇത് ചൂണ്ടിക്കാട്ടിയിട്ടാണ്. രേഖകൾ നൽകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അന്വേഷണ സംഘം മുന്നറിയിപ്പ് നൽകിയിട്ടും അനക്കമുണ്ടായിരുന്നില്ല. വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ സമയത്ത് ദേവസ്വം മരാമത്ത് വിഭാഗത്തിലായിരുന്നു നിർമ്മാണ ചുമതല. ചെന്നൈ, മൈലാപ്പൂർ JNR ജ്വല്ലറി ഉടമ നാഗരാജന്റെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള 53 ശില്പികൾ സന്നിധാനത്തെ ദേവസ്വം മരാമത്ത് കോംപ്ലക്സ് കെട്ടിടത്തിലാണ് ഇതിന്റെ പണികൾ നടത്തിയത്. 30.3 കിലോഗ്രാം സ്വർണവും 1900 കിലോ ചെമ്പും ഉപയോഗിച്ചാണ് ശ്രീകോവിലിനും മേൽക്കൂരയും ദാരുശില്പവും പൊതിഞ്ഞത്. ഇതിനിടെ 6ാം പ്രതിയായി തന്നെ അറസ്റ്റ് ചെയ്യും മുമ്പ് തനിക്ക് മുകളിലുള്ള മറ്റു പ്രതികളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന ചോദ്യവുമായി മുരാരി ബാബു രംഗത്ത് വന്നു. തെറ്റുകാരനല്ലെന്ന് ആവർത്തിച്ച മുരാരി ബാബു ഈ ചോദ്യം അന്വേഷണ ഉദ്യോഗസ്ഥരോടും അഭിഭാഷകൻ കോടതിയിലും ഉന്നയിച്ചു. CITU നിയന്ത്രണത്തിലുള്ള തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ അംഗമാണ് അദ്ദേഹം. ചങ്ങനാശ്ശേരി പേരുന്നയിൽ ചെറിയ കടയായിരുന്നു മുരാരിയുടെ പിതാവിന്.
ദേവസ്വം ബോർഡിൽ ജോലി കിട്ടിയ ശേഷം വലിയ സമ്പാദ്യം മുരാരിക്ക് ഉണ്ടായതായാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചത്. ദേവസ്വം ബോർഡിലെ ജോലി കൊണ്ട് ഇത്രയും പണം സമ്പാദിക്കാനാകുമോ എന്നും SIT അന്വേഷിക്കുന്നുണ്ട്. മുരാരിയുടെ ബാങ്ക് ഇടപാടുകൾ അടക്കമുള്ള രേഖകൾ SIT ശേഖരിച്ചു. പോലീസ് ജോലി ഉപേക്ഷിച്ചാണ് ഈ മുരാരി ബാബു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ജീവനക്കാരനായത്. 1994 പോലീസിൽ ജോലി കിട്ടിയത്. കോൺസ്റ്റബിളായി കണ്ണൂരിലായിരുന്നു ആദ്യ പരിശീലനം. എന്നാൽ ഈ പരിശീലനം പൂർത്തിയാക്കിയില്ല. 1997 ദേവസ്വം ബോർഡിൽ ജീവനക്കാരനായി. ദേവസ്വം ബോർഡിലെ ഉയർന്ന പദവിയിലേറുന്ന ആളുടെ സഹായിയായാണ് ഈ ഒരു തുടക്കം. പിന്നീട് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ക്ലർക്കായി സ്ഥിര നിയമനം നൽകി. വൈക്കം, ഏറ്റുമാനൂർ, തിരുനക്കര എന്നിവിടങ്ങളിലെ ഉത്സവങ്ങൾക്ക് സ്പെഷ്യൽ ഓഫീസർ തസ്തികയിൽ സേവനമനുഷ്ഠിച്ചു. 3 ക്ഷേത്രങ്ങളും ഉത്സവത്തിന് ആനകളെ കരാറെടുക്കുന്നതിൽ ക്രമക്കേട് നടത്തിയതായി പിന്നീട് കണ്ടെത്തി. ക്ഷേത്രത്തിലെ സ്വർണ്ണ രുദ്രാക്ഷമാല കാണാതായതും, ശ്രീകോവിലിൽ തീപിടിച്ചതും, സ്വർണ്ണപ്രഭയിലെ 3 നാഗപാളികൾ വിളക്കിച്ചേർത്തതും മുരാരി ജോലി ചെയ്ത കാലയളവിലാണ്. പഴയ തറവാടിരുന്ന സ്ഥലത്താണ് 2019 മുരാരി വലിയ വീട് നിർമ്മിച്ചത്. 1.5 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയായി. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നതും ഈ കാലഘട്ടത്തിൽ തന്നെ. വീട് നിർമ്മാണത്തെക്കുറിച്ചും SIT അന്വേഷിക്കുന്നുണ്ട്. മുരാരി ബാബു പെരുന്നയിൽ കോടികൾ ചെലവിട്ട് നിർമ്മിച്ച സ്വന്തം വീട്ടിലേക്കുള്ള തേക്കുതടികൾ വാങ്ങിയത് ക്ഷേത്രാവശ്യങ്ങൾക്കെന്ന് തെറ്റിദ്ധരിപ്പിച്ചെന്നാണ് റിപ്പോർട്ട്. തിരുനക്കര, ഏറ്റുമാനൂർ ക്ഷേത്രങ്ങളിലേക്കും ദേവസ്വം ഗസ്റ്റ് ഹൌസിലേക്കുള്ള പണികൾക്കും തേക്കുതടികൾ ആവശ്യമെന്ന് പറഞ്ഞ് ബന്ധപ്പെട്ടത് കോട്ടയം നട്ടാശ്ശേരിയിലെ വനം വകുപ്പിന്റെ തടി ഡിപ്പോയിലേക്കാണ്. എന്നാൽ അവിടെ തടി സ്റ്റോക്കിലെന്ന് പറഞ്ഞതോടെ പരിചയത്തിലുള്ളയാളുടെ ഡിപ്പോയിൽ നിന്ന് ഏർപ്പാടാക്കി തരാൻ മുരാരി ബാബു തന്നെ ആവശ്യപ്പെട്ടു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വിളിച്ചു പറഞ്ഞതോടെ ഈ ഡിപ്പോയിൽ നിന്ന് തടി നൽകി. എന്നാൽ തിരുനക്കരയിലും ഏറ്റുമാനൂരിലും ഈ സമയത്ത് ഇത്രയധികം തടിപ്പണികളൊന്നും നടന്നിട്ടില്ല എന്നാണ് ദേവസ്വം ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ നടയിലെ കട്ടിള മാറ്റുവാനായി പാഴ്ത്തടി എത്തിച്ചെങ്കിലും ഉപദേശക സമിതിയുടെ എതിർപ്പ് മൂലം പണി നടന്നില്ല. 2019 പെരുന്നയിൽ 2 നിലകളുള്ള വീട് മുരാരി ബാബു നിർമ്മിച്ചത്. വീടിന് മാത്രം 2 കോടിയോളം രൂപ ചെലവിട്ടിട്ടുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. തടി ഉരുപ്പടികൾ ഉൾപ്പെടെ മുന്തിയ സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളി കടത്തിയതും വീട് നിർമ്മിച്ചതും ഒരേ കാലയളവിലാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ വീട് നിർമ്മാണത്തിനുള്ള സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നു. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റിമാൻഡ് നീട്ടും. കൂടാതെ കട്ടിളപ്പാളിയിലെ സ്വർണ്ണം കവർന്ന കേസിൽ ഇന്ന് പോറ്റിയുടെ അറസ്റ്റും രേഖപ്പെടുത്തും. ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെയാവും കോടതി നടപടികൾക്ക് ഹാജരാവുക. പോറ്റിയുടെ റിമാൻഡ് ഇന്നാണ് അവസാനിക്കുന്നത്. റിമാൻഡ് വീണ്ടും 14 ദിവസത്തേക്ക് നീട്ടും. കട്ടിളപ്പാളിയിലെ സ്വർണ്ണം കവർന്ന കേസിൽ നവംബർ 3 പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങുവാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഇതിനായി പ്രൊഡക്ഷൻ വാറന്റ് സമർപ്പിക്കും. കട്ടിളപ്പാളി കേസിലാണ് 2019 ദേവസ്വം ബോർഡും കമ്മീഷണറും പ്രതിപട്ടികയിൽ വരുന്നത്. കസ്റ്റഡി കാലാവധിയുടെ അവസാന ദിവസമായ കഴിഞ്ഞ ദിവസം പോറ്റിയെ റാന്നി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഉച്ചകഴിഞ്ഞ് 2:30 പോറ്റിയുമായി സംഘം കോടതിയിലെത്തിയത്. 2:52 ഉച്ചകഴിഞ്ഞുള്ള ആദ്യ കേസായി ഇത് പരിഗണിച്ചു. തുറന്ന കോടതിയിലാണ് കേസ് പരിഗണിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് രോഗങ്ങളുണ്ടെന്നും ചികിത്സ ഉറപ്പാക്കണമെന്നും പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചു. ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പാക്കണമെന്നും കോടതി അന്വേഷണ സംഘത്തോട് നിർദ്ദേശിച്ചു. 3:10 നടപടി പൂർത്തിയാക്കി 3:15 പോറ്റിയുമായി SIT മടങ്ങി. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണം കവർന്ന കേസിലെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന മുരാരി ബാബുവിനെ റാന്നി കോടതിയിൽ ഹാജരാക്കും. തോണ്ടിയായി പിടിച്ചെടുത്ത ആഭരണങ്ങളും പണവും അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കി. എന്നാൽ കോടതി സമയം കഴിഞ്ഞതും അളവും മൂല്യവും കണക്കാക്കാൻ സമയമില്ലെന്നും കാട്ടി ഇത് SITക്ക് മടക്കി നൽകി. ഈ തൊണ്ടി മുതൽ ഉടൻ ഹാജരാക്കും. ഇത് പോറ്റിയുടെ ബംഗളൂരുള്ള ഫ്ളാറ്റിൽ നിന്ന് പിടിച്ചെടുത്തതെന്നാണ് കരുതപ്പെടുന്നത്. ഇതിൽ മുത്തുമാലകളടക്കം ഉൾപ്പെടുന്നുണ്ട് എന്നാണ് സൂചന. നേരത്തെ ബെള്ളാരിയിൽ നിന്നും പിടിച്ചെടുത്ത സ്വർണ്ണക്കട്ടികൾ ഉൾപ്പെടെ 602 ഗ്രാം സ്വർണം ഹാജരാക്കിയ സമയത്തും പണം ഹാജരാക്കി എന്നാണ് സൂചന. കട്ടിളപ്പാളിയുടെ അന്വേഷണത്തിലേക്ക് കേസ് കടക്കുമ്പോൾ അത് ബോർഡിന്റെ ഉന്നതരിലേക്ക് എത്തുമോ എന്ന കാര്യവും നിർണായകമാണ്. ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണർ 3-ാം പ്രതിയും ദേവസ്വം ബോർഡ് 8-ാം പ്രതിയുമാണ് ഈ കേസിൽ. 2019 മാർച്ചിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് സ്വർണ്ണം പൊതിഞ്ഞ വാതിൽ സമർപ്പിച്ചു. ഇതിനുശേഷം 2019 മെയിലാണ് കട്ടിളപ്പാളിയിൽ സ്വർണ്ണം പൂശാൻ പോറ്റിയുടെ കൈവശം നൽകിയത്. ഇതിൽ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും കമ്മീഷണറുടെയും മൊഴിയെടുക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ അത് സംസ്ഥാന സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കും.